കേരളത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാം തവണയും പരാജയപ്പെടുമെന്ന് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനുകോലുവിൻ്റെ റിപ്പോർട്ട്. കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര കലഹങ്ങളും പാർട്ടി വിരുദ്ധ പരാമർശങ്ങളും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗുണം ചെയ്യുന്നില്ലെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. പാർട്ടിക്ക് ഇതിനകം തന്നെ അധപതനം സംഭവിച്ചു കഴിഞ്ഞുവെന്നും കനുകോലു നടത്തിയ ആഭ്യന്തര സർവേയിൽ പറയുന്നു. സമഗ്ര വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സിബി ജോസഫ് ചേരുകയാണ്. സിബി ജോസഫ്, നേരത്തെ ഇതിൻ്റെ ചില ശകലങ്ങൾ പുറത്തെത്തിയ ഘട്ടത്തിൽ കെ സുധാകരനോട് ചോദിച്ചപ്പോൾ കെ സുധാകരൻ പറഞ്ഞത് ഇതിൻ്റെയൊക്കെ റിപ്പോർട്ട് കനകോലുവിനോട് തന്നെ ചോദിക്കുമെന്നായിരുന്നു പറഞ്ഞത്. ഇപ്പോഴിതാ കനകോലുവിൻ്റെ റിപ്പോർട്ടിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തെത്തുന്നു. മൂന്നാം തവണയും ഇടതുപക്ഷം തുടരും, കോൺഗ്രസ് അടക്കമുള്ള UDF പ്രതിപക്ഷത്ത് തന്നെ. എന്തൊക്കെയാണ് അതിലെ പറയുന്ന കണക്കുകൾ? അജംഷാദ്, തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനുകോലു നടത്തിയ ഒരു ആഭ്യന്തര സർവേയിലെ ചില സൂചനകളാണ് കൃത്യമായി പുറത്തുവന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് കേരളത്തിൽ ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാം തവണയും പരാജയപ്പെടുമെന്നുള്ളതാണ് ഈ സുനിൽ കനുകോലുവിന്റെ ഒരു സർവേ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര കലഹവും പാർട്ടി വിരുദ്ധ പരാമർശം നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെയും ഗുണം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു സർവേ ചൂണ്ടിക്കാട്ടുന്നത്. പാർട്ടിക്ക് ഇതിനകം തന്നെ സംസ്ഥാനത്തെ കോൺഗ്രസിൽ അധപതനം സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് കനുകോലു നടത്തിയ ആഭ്യന്തര സർവേയിൽ പറയുന്നത്. അതായത് കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചെത്താമെന്നുള്ള കോൺഗ്രസിന്റെ ശ്രമം അത് വലിയ അപകടത്തിലേക്കായി ആണ് പോയിരിക്കുന്നതെന്നും മൂന്നാം തവണയും പരാജയത്തിലേക്ക് കൂപ്പുകുത്തുമെന്നുമാണ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനുകോലിന്റെ ഈ ഒരു സർവേയിൽ പറയുന്നത്. 2026 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മൂന്നാമത്തെ പരാജയത്തിലേക്ക് നീങ്ങുമെന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിലെ കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര കലഹമാണ് ഒന്നാമത്തെ പ്രശ്നം. മറ്റൊന്ന് പാർട്ടി വിരുദ്ധ പരാമർശങ്ങളും ഈ നേതാക്കൾക്കിടയിലുള്ള ഐക്യമില്ലായ്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത്. സംസ്ഥാനത്തിലെ നേതൃപദവിയിൽ വലിയ മാറ്റമുണ്ടാകണം, 10ഓളം DCC അധ്യക്ഷന്മാരെ മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ടെന്നും കെ സുധാകരൻ തന്നെ മാറ്റണമെന്നും ഒരു ആവശ്യം കൂടി അദ്ദേഹം ഈ ഒരു സർവേ പ്രകാരം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ഈ സുനിൽ കനുകോലുവിനാണ് ഇപ്പോൾ ഈ കേരളം, അസം ഉൾപ്പെടെയുള്ള 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഈ ഒരു സംസ്ഥാനത്തെ ചുമതല നൽകാൻ ഹൈക്കമാൻഡ് നിയോഗിച്ചിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം തന്നെ പറയുന്നത് 2031 തെരഞ്ഞെടുപ്പിലേക്കാണ് കനുകോലു ലക്ഷ്യം വെക്കുന്നുള്ള സൂചന കൂടിയാണ് ഇതിൽ നൽകുന്നത്. അതായത് 2016 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ തോൽവിക്ക് പിന്നാലെ അധികാരം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന പാർട്ടിക്ക് സർവേ ഒരു വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ തിരിച്ചടിയായി തന്നെ മാറിയിരിക്കുകയാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ 2026 കേരളം, അസം തെരഞ്ഞെടുപ്പുകളിലെ തന്ത്രങ്ങളുടെ ചുമതല കനുകോലുവിന് ഹൈക്കമാൻഡ് നൽകിയിരുന്നു. തുടർന്നാണ് അദ്ദേഹം ഒരു ആഭ്യന്തര സർവേ നടത്തുകയും ഈ സർവേ പ്രകാരം മൂന്നാം തവണയും LDF തന്നെ കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് ഈ ഒരു സർവേയിൽ സൂചിപ്പിക്കുന്നത്. അജിംഷാദ്, എന്തായാലും ജനങ്ങളുടെ പൾസ് അറിഞ്ഞ് തെരഞ്ഞെടുപ്പിനുള്ള ഒരു പ്രാഥമിക ഒരുക്കങ്ങൾ നടത്താനാണ് ഇപ്പോൾ കനുകോലിന്റെ നേതൃത്വത്തിലുള്ള ടീം ഇപ്പോൾ ചുമതലപ്പെട്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം അടക്കമെല്ലാം നിലയും ജനങ്ങളിൽ എത്തിക്കാനുള്ളൊരു നൂതന മാർഗങ്ങൾക്ക് കനുകോലു സംഘവും രൂപം നൽകുന്നുണ്ടെന്നും ഈ ഒരു റിപ്പോർട്ടിന് പ്രകാരം പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും 2026 ഒരു തിരിച്ചുവരവ് അസാധ്യമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഒരു ആഭ്യന്തര സർവേ റിപ്പോർട്ട്. അതായത് മൂന്നാം തവണയും ഈ UDF പ്രതിപക്ഷത്തിരിക്കേണ്ട ഒരു സാഹചര്യമാണ്, ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു സർവേയിൽ ചൂണ്ടിക്കാട്ടുന്നത്. അജിംഷാദ്. ശരി സിബി, എന്തായാലും കനകോലു റിപ്പോർട്ട് പ്രകാരം 2025 കോൺഗ്രസ് എന്തായാലും പ്രതിപക്ഷത്താണ്. എന്തെങ്കിലും മാറ്റമുണ്ടാക്കിയാൽ അത് അടുത്ത 2031 മാത്രമേ ഭരണത്തിലേക്ക് എത്താനാകൂ എന്ന് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് കനകോലു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഹൈക്കമാൻഡിന്. ഇതിൻ്റെ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി സിബി ജോസഫ് നൽകിയത്.